പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിലെ ഇന്ന് ഫെബ്രുവരി 22 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും
അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിലെ ജനങ്ങളുടെ ക്രിസ്തു ആരാണെന്നുള്ളതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ആദ്യം നമ്മൾ ചോദിച്ചത് ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവരെ അനുസരിക്കുന്നില്ല. അപ്പം ഇരുട്ട് കടലിലേക്ക് തള്ളിവിടുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് കർത്താവ് തന്നെ ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. പിന്നെ പറഞ്ഞത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പം അത് ദൈവത്തിൻ്റെ ആദ്യ അനുഗ്രഹം, പിന്നെ അഭിഷേകം, പിന്നെ അധികാരമായിട്ട് ആത്മീയ വളർച്ച പൂർണ്ണമാക്കുന്നത് നമ്മൾ കണ്ട്. ഇപ്പം നമ്മൾ ചോദിക്കുന്നത് ഇതിനെല്ലാത്തിൻ്റെ ഒരു താക്കോലുണ്ട്. ഈ പടിപടിയായിട്ട് വളരുന്നുണ്ടല്ലോ, ക്രിസ്തുവിൽ വളരുന്നുണ്ടല്ലോ. ഈ ക്രിസ്തുവിൽ വളരുന്നതിനൊരു മാനദണ്ഡമുണ്ട്. എല്ലാത്തിനും ഈ അധികാരം കൈമാറ്റത്തിന് അറിവ് മാത്രം പോരാ. സെമയോൻ എന്ന് വിളിച്ചിട്ട് പറയും, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അവിടെ സ്വർഗരാജ്യ താക്കോൽ നിനക്ക് തരുമെന്ന് പറയും. മത്തായി 16:19 സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. അതാണ് വിഷയം. അവിടെ ഈ സെമയോൻ മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയതെന്നാണ്. അപ്പോൾ ആ വെളിപാട് വചനത്തിൽ അവൻ്റെ ക്രിസ്തുവിനെ കുറിച്ചൊരു അറിവ് കിട്ടുമ്പോൾ ഈശോ കൊടുക്കുന്ന ഒരു ഓഫറുണ്ട്. എന്താണ്? ആ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. അപ്പോൾ കൊടുത്തിട്ടില്ല, തരുമെന്നൊരു ഓഫർ കൊടുത്തിട്ടേ ഉള്ളൂ. അറിവിന് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കൈ കിട്ടും, കോൺക്രീറ്റായിട്ട്, ടഞ്ചിബിളായിട്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്കായിട്ട്, ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ദിവസം വേറെ പല കടമ്പകളും കടക്കണം. അതിലൊരു ഏറ്റവും വലിയ കടമ്പ എന്താണ്? ശിമയോൻ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കണ്ട, അതാണ് വിഷയം. മറ്റ് സ്വർഗരാജ്യത്തെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കണേ എപ്പോഴാണ്? ഈ അറിവ് നമ്മൾ സ്നേഹമായി ജീവിക്കുമ്പോഴാണ്. കർത്താവിന് നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ രഹസ്യ കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട്. കുറേ രഹസ്യ കച്ചവടങ്ങൾ എന്ന് വെച്ചാൽ ഈ അണ്ടർഗ്രൗണ്ട് കേബിളെന്ന് പറഞ്ഞ പോലെ കർത്താവും പത്രോസും തമ്മിൽ അണ്ടർഗ്രൗണ്ട് കേബിളുണ്ട്. ഈ പുറമേ നടക്കുന്ന കക്ഷികൾക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞ്, കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കണമെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയും. അപ്പോൾ കർത്താവ് പറയും, നീ എൻ്റെ
കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ പറഞ്ഞു ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. കമാൻഡ് ചെയ്യണം. പണ്ട് സ്വർഗ്ഗരാജ്യം താക്കോൽ തരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അധികാരം കൊടുക്കണം സഭയുടെ പേര്. ഇപ്പോഴാണ് കൊടുക്കണത്. കാര്യം മറ്റേ അറിവൊക്കെ കുഴപ്പമില്ല, പക്ഷേ അറിവല്ല പ്രാധാന്യം. എന്താണ്? സ്നേഹമാണ് പ്രാധാന്യം. അറിവിന് ഒരു പകുതി 50%, ബാക്കി 50% ഇരിക്കുന്നത് സ്നേഹത്തിലാണ്. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. വീണ്ടും പത്രോസിനോട് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവസാനം സഭയുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള അധികാരങ്ങൾ ഏൽപ്പിക്കുക. പക്ഷെ ഇനി ഈ തുറുപ്പ്, പത്രോസിൻ്റെ ഒരു തുറുപ്പുണ്ട്. ആ തുറുപ്പ് കാണിക്കാൻ കർത്താവ് പറയും. അത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാവോ? ഈ കൂടെ നിൽക്കുന്ന അണ്ണന്മാർക്ക് വേണ്ടി. പണ്ട് തന്നെ ഇവർ പ്രശ്നക്കാരാണ്. പക്ഷെ ഇവർ താബോർമലയിൽ കർത്താവ് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൊണ്ട് പോയപ്പോൾ തന്നെ പിറുപിറുപ്പ് താഴെ അന്ത്രയോസ് ഉൾപ്പെടെ പിറുപിറുത്ത പാർട്ടിയാണ്. അങ്ങനെയാണ് ആ അപസ്മാര രോഗിയൊക്കെ വന്നിട്ട്, അത് നമുക്കൊരു ദിവസം കാണാം. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോഴും ഈ ബാക്കിയുള്ളവർക്ക് എന്ത് കൊണ്ട് പത്രോസിനെ ഉയർത്തിക്കൊണ്ട് വന്നു എന്നുള്ളത് ചോദ്യമല്ലേ? അപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിക്കും. മൂന്നാം പ്രാവശ്യം യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ തകർന്നുപോയി എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഷീനെ വത്തിക്കാൻ, എനിക്ക് ബിഷപ്പ് ഷീനല്ലേ, അമേരിക്കൻ ബിഷപ്പ്, ഈ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിശുദ്ധനെന്ന് ഞാൻ പരിചരിക്കുന്നത് ബിഷപ്പ് ഷീനെയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര ഒരു മരിയനാണ്. അദ്ദേഹത്തിൻ്റെ അന്ന് അരമണിക്കൂർ ടെലിവിഷൻ പ്രഭാഷണത്തിന് $25,000. കാത്തലിക് പിക്ചറിൽ വെച്ച് ഏറ്റവും ടോപ്പായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ബിഷപ്പ് ഷീൻ്റെ ധന്യനായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ വത്തിക്കാനിലെ കുറേ ഇടയ്ക്കടികളുണ്ടായിരുന്നു തന്നെ. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞ്, ഇത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയാണ്, ആൻറ്റി അമേരിക്കൻ കാലാവസ്ഥയാണ്. ഇത് കറക്റ്റ് കഴിയുമ്പോൾ ഇത് മാറി, കാറ്റ് മാറി വീശും, നിങ്ങൾ നോക്കിക്കോന്ന് ഞാൻ പറയും. ബിഷപ്പ് ഷീനെ വീണ്ടും ബിഷപ്പിനെ ധന്യനായിട്ട് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറയും. അത് അദ്ദേഹം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും അദ്ദേഹത്തിന്. കാര്യം അത്രയും ഡെപ്ത് ക്വാളിറ്റി ആ ആത്മാവിനുണ്ട് ശരിക്കും. ഇന്നും പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് ഷീൻ്റെ. യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾ നോക്കി, എന്ത് സിമ്പിൾ ലാംഗ്വേജ് ആണെന്ന് അറിയാമോ, എന്ത് ഇട്ടിവെട്ട് അഭിഷേകമാണ് നോക്കണം ബിഷപ്പ് ഷീൻ. ഇപ്പം ബിഷപ്പ് ഷീൻ്റെ ജീവിതത്തിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നിയതാണ്, എൻ്റെ സ്വന്തം നിരീക്ഷണമാണ്. ബിഷപ്പ് ഷീൻ്റെ പുസ്തകത്തിലാണ് ഈ പത്രോസ് അകലെക്കൂടി കർത്താവിനെ അനുഗമിച്ചത് നെഗറ്റീവ് പോയിൻ്റായിട്ട് പറഞ്ഞത്. പത്രോസ് ഇപ്പം ഒരു തുറുപ്പ് കാണിച്ച് കണ്ടില്ലേ? എന്താണ് അകലെക്കൂടി അനുഗമിച്ചതൊന്നുമല്ല. ഒരു തരം കിട്ടിയിരുന്നെങ്കിൽ കർത്താവിനെ കൊണ്ടാവാൻ പോയേനെ, അവിടുന്ന് പൊക്കിക്കൊണ്ട് പോകും. ഡബിൾ ചങ്കനെ ശരിക്കും പറഞ്ഞ ഗലീലിയൻ മുക്കുവനല്ലേ, അവനാണ് വെട്ടിയത്. 200 പേരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഒറ്റ വടിവാളം കൊണ്ട് കർത്താവ് ആ മൽക്കോസിൻ്റെ ചെവി വെട്ടി. അവൻ്റെ ചെവിയല്ലേ വെട്ടി, എൻ്റെ പെടലിക്ക് വെട്ടിയതാണ്. കർത്താവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ചെവിയായിപ്പോയതാണ്. അതാണ് പത്രോസിനെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് ഇപ്പം വന്നിട്ട് അപ്പം കർത്താവ് എന്താ പറഞ്ഞത്? അപ്പം കർത്താവ് പറഞ്ഞത്,
പത്രോസെ വാൾ ഉറയിലിടാൻ പറഞ്ഞു. ഇത്രയും നാൾ ഞാൻ നിന്നെ അതല്ലല്ല പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. നീ പഠിക്കെ കൊണ്ടുവന്ന് കുട ഉടക്കുകയാണെന്ന് ചോദിച്ചു. ഇത്രയും അതല്ല, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിച്ച് കുരിശും എടുത്തവരായല്ലേ പറഞ്ഞത്. അപ്പം നീ വാളും എടുത്താണ് ഈ അവസാനം വന്നിരിക്കുന്നത്, വാൾ ഉറയിലിടാൻ പറഞ്ഞു. അപ്പോൾ പത്രോസിന് പറയണമെങ്കിൽ പറയാം, കർത്താവ് പിടിക്കപ്പെട്ടു, കർത്താവ് വെട്ടിയത് പത്രോസാണെന്നുള്ളത് അവിടുത്തുള്ള 200 ശത്രുക്കൾക്കും അറിയാം. അവർ പത്രോസിനെ അച്ചാറാക്കി കളയും, വെട്ടുനുറുക്കി. പക്ഷേ എന്നിട്ടും കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് ആ മനുഷ്യൻ ആയുധം പുറയിലിട്ട് നിരായുധനായിട്ട് നിന്നു. കാര്യം എന്താണ്? ഗുരുവിൻ്റെ വാക്കിനായിരുന്നു വില. സ്വന്തം ജീവനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ ജീവൻ സമർപ്പിച്ചതാണ്. ഇതാണ് തുറുപ്പ്. ഈ തുറുപ്പ് അവൻ കാണിക്കും. എന്താ പറയണത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് പറയുന്ന ചോദ്യങ്ങളില്ലേ, അതല്ലേ നമ്മളിവിടെ വരെ എത്തിച്ചത്. ഇപ്പം ചോദിക്കണത് എന്താണ്? ഇപ്പോഴത്തെ ചോദ്യം, നീ എന്നെ ഇവരെക്കാൾ ഞാൻ സ്നേഹിക്കുന്നുവോ എന്ന് പറയുമ്പോൾ ആ പഴയ തുറുപ്പ്, കർത്താവേ നിനക്കെല്ലാം അറിയാം. ദൈവ പൈതലെ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മാത്രം അറിയാവുന്ന, ക്രിസ്തുവിന് മാത്രം അറിയാവുന്ന ഒരു എല്ലാം ഉണ്ടാകണം. പത്രോസിനുണ്ടായിരുന്നു. അപ്പോഴാണ് കർത്താവ് പൂർണ്ണ ചുമതല ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. പൂർണ്ണ ശുശ്രൂഷ ഏൽപ്പിക്കാൻ കർത്താവിന് നിനക്ക് മാത്രം അറിയാവുന്ന അധികാരമാണ്. നമ്മളിങ്ങനെ ധ്യാനം തുടങ്ങിയത്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. കാറ്റും കടലും പോലും ഇവൻ ആശ്രയിക്കണം, ഇവൻ ആരാണെന്നുള്ള ധ്യാനം തുടങ്ങിയിട്ട് ഇവിടെ എത്തിക്കുകയാണ്. നീ ഇവരെക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു. പത്രോസ് അതിന് പറയുന്ന മറുപടി എന്താണ്? അങ്ങേക്കെല്ലാം അറിയാവുന്നു. അറിവിൽ വെച്ചാണ് സമ്പൂർണ്ണമായ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. ശുശ്രൂഷയാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ കർത്താവിനെക്കുറിച്ച് അറിയുകയും ആ അറിവിന് സ്നേഹത്തോടെ സ്വയം സമർപ്പിക്കുകയും ചെയ്യാൻ കർത്താവ് നമുക്ക് നൽകുന്ന വിളിയാണ്. എന്താണ്? അറിവ്, അനുഗ്രഹം, പിന്നെന്താണ്? അഭിഷേകം, പിന്നെന്താണ്? അധികാരം. ഇതൊരു വളർച്ചയാണ്, ക്രിസ്തുവിലുള്ള വളർച്ച. ഈ ധ്യാനത്തിലൂടെ ക്രിസ്തുവിൽ വളർന്നു വരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.